ദുർഗ, ഡി, ദുർഗ, എഴുന്നേക്കടി. അമ്മ ഒരു 5 മിനിറ്റ് കൂടി. ഡി, പെണ്ണെ, മര്യാദയ്ക്ക് എഴുന്നേറ്റ്. ഇല്ലേ മുത്തശ്ശൻ കൂട്ടി കയറി വരെ. ഈ മുത്തശ്ശൻ. ഓ, അപ്പൊ നിനക്ക് മുത്തശ്ശനെ പേടിയുണ്ട്. പൊടി. എടി, ഇത്രയും നേരത്തെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യാനാടി? അങ്ങനെയൊന്നുമില്ല, എന്തും ചെയ്യാം. പക്ഷെ ഇനി ഉറങ്ങാൻ കഴിയില്ല എന്നേ. ആദ്യമേ ദേവ വന്നു എവിടെ? രാഘവനോ? അവൻ ഇന്നലെ വന്നത്. മുകളിലാണല്ലേ, ഞാൻ വിളിക്കാം. താഴെ ആരോ വന്നിക്കല്ലോ. ദേവ, ഇത്ര നാളായി കണ്ടിട്ട്. ഇവിടുന്ന് പോയിന്ന് കരുതി എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ചെങ്കിലും നോക്കായിരുന്നു. അതാടി, അതാണ് രാഘവേട്ടൻ, ഇവിടുത്തെ കാര്യസ്ഥന, നമ്മുടെ കല്യാണിന്റെ അച്ഛൻ. കുഞ്ഞെ, ഇത് ഏട്ടന്റെ മോളെ. ഞാൻ വെറുതെ പറഞ്ഞതാ. ഇത് എനിക്ക് മോളെ കൂടെ പഠിക്കുന്ന കുട്ടിയാ, ദുർഗ. പിന്നെ വിഷ്ണുമോനെ കാണാറുണ്ടോ? അവനെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്ന എനിക്കറിയില്ല. സോറി സർ, ഞാൻ അറിയാതെ. എന്നാ അടുത്ത് നമുക്ക് പോവാം. മുത്തശ്ശന്റെ എവിടേക്കാ പോലെ? മുത്തശ്ശൻ രാവിലെ എഴുന്നേറ്റ് ജോഗിങ്ങിന് പോകും. ഓ, അപ്പൊ അതാണ് പുള്ളിക്കാരന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. എടി, എനിക്ക് നല്ല ഉറപ്പ് വരുന്നു. ഞാൻ ഒറ്റ നേരം പോയി കിടക്കട്ടെ. എടി വേണ്ടട്ടോ, എനിക്ക് കിടന്ന മുത്തശ്ശൻ ഇങ്ങനെ അറിഞ്ഞ പിന്നെ നിന്റെ കാര്യം പോക്കാം. എടി, ഉറപ്പ് വന്നിട്ട് വയ്യടി. ആണോ? എന്നാ നമുക്കൊന്ന് അടുക്കളയിൽ പോയി വരാം. അടുക്കളയെങ്കിൽ അടുക്കള. സുന്ദരേച്ചി, കുഞ്ഞായിരുന്ന കുഞ്ഞിനെന്തേ കഴിക്കാൻ വേണോ? ഇപ്പൊ ഒന്നും വേണ്ട ദുർഗ, ഇത് വസുന്ധരാമ്മ, നമ്മുടെ കല്യാണിയുടെ അമ്മ. ഹായ് ആന്റി. വസുന്ധരാമ്മ, ഇത് ദുർഗ, എന്റെ സുഹൃത്താ. വസുന്ധരാമ്മ, എന്താ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്? ഇഡ്ഡലിയും സാമ്പാറും. ഹായ്, മൈ ഫേവറേറ്റ്. പക്ഷെ ഇപ്പൊ കഴിക്കാൻ പറ്റില്ല മോളെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുത്തശ്ശൻ വന്നിരുന്ന് എല്ലാവരും ഒരുമിച്ച് കഴിക്കും. അല്ലെങ്കിലും ഈ സമയത്ത് ആരെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും? സാധാരണ മനുഷ്യർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമായി. പിന്നെ നിനക്കിതില്ലാത്തോണ്ടാ തോന്നാത്ത. പൊടി. ഞാനിന്ന് ഓഫീസിൽ പോകുന്നുണ്ട്. അക്കു വരുന്നുണ്ടെങ്കിൽ വന്നോ, കല്യാണി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ വേഗം കഴിച്ചിട്ട് പോയി മാറ്റിയിട്ട് വരും. ഹാഫ് ആൻ അവർ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ദുർഗ, ഇതാണ് വൈകുണ്ഠം ഗ്രൂപ്പ്സിന്റെ ഹെഡ് ഓഫീസ്. തൽക്കാലം നമുക്ക് ഇവിടെ ഇരിക്കാം. മുത്തശ്ശന്റെ കൂടെ വന്നു എന്ന് കരുതി ഇവിടെ വെറുതെ ഇരിക്കാൻ മുത്തശ്ശൻ സമ്മതിക്കില്ല. അധികം നമുക്ക് രണ്ടുപേർക്ക് ഓരോ ഫയൽ കിട്ടാൻ സാധ്യതയുണ്ട്. എടി, അതിന് എനിക്കൊന്നും നോക്കാറിയില്ല. പിന്നെ ഞാനാ നോക്കി കൊടുക്കല്. എനിക്ക് എല്ലാ പ്രാവശ്യം ഇവിടെ വരുമ്പോൾ ഓരോ ഫയൽ കിട്ടും. വെറുതെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിടും. ലാസ്റ്റ് എടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും. അത്രേ ഉള്ളൂ. ഞങ്ങൾ അറിഞ്ഞു നോക്കിയാ, ഞാൻ വിചാരിച്ചു നീ ഉണ്ടാവില്ല. അത് പിന്നെ ഞാൻ നേരത്തെ ഇങ്ങ് പോന്നു, അതാ. ആ കോഴി വന്നിട്ടുണ്ടോ? ഓ, നീ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പോഴത്തേക്ക് എന്തെങ്കിലും പറഞ്ഞിവിടെ എത്തേണ്ടതാ. നിങ്ങൾ രണ്ടാളും ആര് കാര്യം പറയുന്നേ? അങ്കിത, കുറെ ആയാലോ കണ്ടിട്ട്. പോയി എത്തി. ഇത് മഹേഷ്, ഞങ്ങളിപ്പോ പറഞ്ഞില്ലായിരുന്നു, നമ്മുടെ ഇവിടുത്തെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡാ. ഓ, ഇതാരാ? ഇത് ദുർഗ, എന്റെ ക്ലാസ്മേറ്റാ. ഹായ് ദുർഗ. ഹായ്. പിന്നെ ഇതാ നിങ്ങൾക്ക് രണ്ടുപേർക്കൂടെ ഫയൽ. ഇറ്റ്സ് ഓക്കെ ഡോ. പിന്നെ എന്തെങ്കിലും ആവശ്യം പറയണം. ഞാനപ്പുറത്തെ കേബിലുണ്ടാവും. അപ്പൊ ശരി. നീ പറഞ്ഞോണ വല്ല കോഴിയായിട്ടൊന്നും തോന്നില്ലല്ലോ. അതിന് സമയമാക്കിയ നിനക്ക് പതിയെ മനസ്സിലാവും. ഞാൻ ഫസ്റ്റ് ഡേ മുത്തശ്ശൻ്റെ കൂടെ ഇവിടെ വന്നപ്പോൾ മുത്തശ്ശൻ കൊച്ചുമകളാന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂസ് ചെയ്തു. അന്ന് തുടങ്ങിയതായി കോഴിത്തരം. പിന്നെ ഇവിടുന്ന് എനിക്ക് സൗകര്യം കിട്ടിയിട്ടില്ല. ഇപ്പൊ വരെ വേറെ എന്തെങ്കിലും പറഞ്ഞോണ്ട് നീ നോക്കിക്കും. ഈ ഫയൽ ഞാൻ നോക്കി വെച്ചതാ. ഇതാവുമ്പോ കുറച്ചുകൂടി ഈസി ആയിരിക്കും. കോഴി തന്നെ. എനിക്ക് ഈ ഫയൽ മനസ്സിലാവുന്നില്ല. നീ എന്തെങ്കിലും നോക്കാൻ പോയി? എന്താ പ്രശ്നം? എടി, ഈ ഫയലിലെ കണക്കുകളൊന്നും ശരിയാവുന്നില്ല. നീ ഇതൊന്ന് നോക്കിയേ. നോക്കട്ടെ. ശരിയാണല്ലോ. ഇത് 50 ലക്ഷം രൂപയുടെ കുറവ് കാണുന്നുണ്ടല്ലോ.
നമുക്ക് ഫിനാൻസ് ചോദിച്ചു നോക്കിയാലോ? ചിലപ്പോൾ അവരോട് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാണെങ്കിലോ? അത് വേണ്ട, നേരിട്ട് മുത്തശ്ശനെ ഏൽപ്പിക്കും. മുത്തശ്ശ, എന്താ രണ്ടാളും കൂടി എന്തെങ്കിലും അർജന്റ് കാര്യമാണോ? അല്ലെങ്കിൽ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഓഫീസ് ടൈമിൽ ഞാനിങ്ങനെ സംസാരിച്ചിരിക്കണം നിനക്കറിയാലോ. മുത്തശ്ശ, അതല്ല, ഈ ഫയലൊന്ന് നോക്കിയേ. ഇതിലുള്ള എമൗണ്ട് ടാലിയാവുന്നില്ല. നോക്കട്ടെ. 50 ലക്ഷത്തിന് കുറവ് കാണുന്നുണ്ടല്ലോ. രാഘവ, ഈ ഫയലാണ് കറക്റ്റ് ചെയ്തെന്ന് വെച്ചാൽ അയാളോട് ഇങ്ങോട്ട് വരണ്ടോ? ആ ശരി സാർ. കമ്മിങ് സാർ. മഹേഷ്, എന്തേ കാണിച്ചു വെച്ചേക്കുന്നത്? ഈ ഫയലിലെ കണക്ക് ടാലി ആവുന്നില്ലല്ലോ. നോക്കട്ടെ സാർ. ഈശ്വര, ഇവളത് നോക്കിയോ? സോറി സാർ, ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ ഞാൻ ശരിയായി കൊണ്ടുവരാം. നോ, തനിക്കറിയാലോ താൻ നോക്കി ഫയലുകൾ പലപ്പോഴും ഞാൻ നോക്കാറില്ലെന്ന്. പിന്നെ ഇത്രയും വലിയ മിസ്റ്റേക്ക് എങ്ങനെ തൻ്റെ ഭാഗത്തൊന്നുണ്ടായി? സോറി സാർ, ഞാൻ അറിയാതെ പറ്റിപ്പോയതാ. നോ, ഇനി തനിക്ക് ഈ കമ്പനി സ്ഥാനമില്ല. ഗെറ്റ് ഔട്ട്. സർ പ്ലീസ്, ഐ സേ ഗെറ്റ് ഔട്ട്. അക്കാ, അവനുള്ളത് എന്താ വെച്ചാൽ കൊടുത്തിട്ട് പറഞ്ഞയച്ചേക്ക്. ഇനി അവനെ ഇവിടെ വേണ്ട. ശരി സർ. മോളെ അക്കു, ഗുഡ് ജോബ്. മുത്തശ്ശ, ഞാനല്ല, ദുർഗയാ ഇത് നോക്കിയിട്ട് എന്നെ മിസ്റ്റേക്ക് പറഞ്ഞത്. ദുർഗ, ഗുഡ് ജോബ്. താങ്ക്സ് മുത്തശ്ശ. ശക്തി, എന്താ ഏട്ടാ? നീ പാക്ക് ചെയ്യാനുള്ളതൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ. നമുക്കിന്ന് വീട്ടിൽ പോവാം. ഏട്ടാ, ഇനി 5 ദിവസത്തിൻ്റെ ക്ലാസ് തുടങ്ങാൻ. ഇപ്പോൾ പോയാൽ വീട്ടിൽ കയറി തിരിച്ചു വരേണ്ടി വരില്ലേ? സാരല്ല, നമുക്ക് ഫ്ലൈറ്റിന് പോവാം. ആ ഏട്ടാ. കല്യാണി, ഞാൻ തന്നെ ഒരു കാര്യം ചെയ്യിക്കട്ടെ? എന്താ ഒരു മുഖവര? നീ ചോദിക്കേ. നിനക്ക് ഞങ്ങളെ കോളേജ് പഠിച്ചൂടെ? നല്ല ആളോടെ ചോദിക്കുന്നേ. അതെന്താടി? എടി, എന്നെ ചേർത്തിട്ട് എൻ്റെ കൂടെ ഇവൾക്ക് ആ കോളേജിലൊരു സീറ്റ് പറഞ്ഞു വെച്ചത്. പക്ഷെ ഇവളുടെ അച്ഛനും ഇവളും കൂടി അവിടെ ചേരില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചതാ. അങ്ങനെ അവൾ ഇവിടുത്തെ കോളേജിലും ഞാൻ ആ കോളേജിലും ആയത്. ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കൂടെ നമ്മുടെ കോളേജിൽ ഉണ്ടായിരുന്നവളെ. എടി, അതിനെന്താ, ഇപ്പോൾ പുതിയൊരു സെം തുടങ്ങിയിട്ടല്ലോ, ട്രാൻസ്ഫർ കൊടുത്താൽ പോരെ? എടി, അതിന് ഇവളും കൂടി സമ്മതിക്കണ്ടേ? ദുർഗ, അതുകൊണ്ടല്ല. ആ കോളേജ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ പഠിക്കാൻ ഒരുപാട് പൈസയാവില്ലേ, അതുകൊണ്ട്. അതിന് നീ ഇപ്പൊ പഠിക്കുന്ന കോളേജിലെ ഫീസും എൻ്റെ മുത്തശ്ശനല്ലേ കിട്ടുന്നത്, പിന്നെന്താ? അതല്ലടി, ഞാനിപ്പോ പഠിക്കുന്ന കോളേജിൽ കുറച്ച് മതിയല്ലേ ഫീസ്. ആ കോളേജിലാകുമ്പോൾ ഒരുപാട് ഫീസ് വരും. അതാ ഞാൻ. നീ എന്തെങ്കിലും നിന്റെ ഇഷ്ടം. മുത്തശ്ശ, എന്താ? മുത്തശ്ശൻ തിരക്കിലാണോ? കുറച്ച് തിരക്കിലാണ്. എന്താ കാര്യം പറ. മുത്തശ്ശ, നമ്മുടെ കല്യാണില്ലേ, അവളെ ഞങ്ങളെ കോളേജിൽ ചേർക്കാൻ പറ്റും? നീ എന്താ ഇന്ന് രാവിലെ കമ്പനിയിലെ സംഭവത്തിന്റെ അഡ്വാൻറ്റേജ് എടുക്കണം? അതുകൊണ്ടല്ല മുത്തശ്ശ, അവള് അവിടെയാകുമ്പോൾ കുറച്ചുകൂടി നല്ല വിദ്യാഭ്യാസം ലഭിക്കും. അവൾക്ക് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റിയും കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ രാഘവനോട് സംസാരിക്കട്ടെ. ഒരാഴ്ച പോയതറിഞ്ഞില്ല. മക്കളിപ്പോ പോകില്ലേ? ദുർഗമോളെ, മോളും അടുത്ത പ്രാവശ്യം ഇവളുടെ കൂടെ ലീവിന് വാ. ആ മുത്തശ്ശി, ഞാൻ വരാം. അച്ഛാ, ഞങ്ങള് ഇറങ്ങാം. മുത്തശ്ശ, ഞങ്ങള് ഇറങ്ങട്ടെ. പോയിട്ട് പോ. അച്ഛാ, ഞാനൊരു കാര്യം പറയാൻ മറന്നേ. അടുത്ത മാസം ഇവളുടെ എൻഗേജ്മെന്റ്. അച്ഛൻ ഒന്ന് അനുഗ്രഹിക്കണം. നന്നായി വരട്ടെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛാ. മുത്തശ്ശ, പോയിട്ട് വരാം. ദുർഗമോട് അവിടെ നിന്നേ. എന്താ മുത്തശ്ശ? അടുത്ത പ്രാവശ്യം വരുമ്പോ എന്റെ മകനെ മരുമകളെയും കൂടി ഇവിടെ കൂട്ടിയിട്ട് വരണം. മുത്തശ്ശ, അവനോട് ഞാൻ പുറത്തിട്ടൊന്നുമല്ല. അവൻ ചെയ്ത തെറ്റ് അത് മറന്നിട്ടുമല്ല. നിനക്ക് വേണ്ടി, എന്റെ കൊച്ചുമകൾക്ക് വേണ്ടി മാത്രം. നിങ്ങൾ എന്തേ പറഞ്ഞ? ഇവളെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? അവള് നിന്റെ ചോര, നിന്റെ മൂത്ത മകന്റെ മകൾ. ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ എനിക്ക് എന്റെ മകനെ അവന്റെ കുടുംബം നന്നായി അറിയാം. ഒരു വാക്കെങ്കിലും പറഞ്ഞുകൂടായിരുന്നു. അത് പിന്നെ മുത്തശ്ശി, ഞാൻ പോവാൻ നേരെങ്കിലും ഇവള് പറയുന്നു കരുതി. അതാ ഞാൻ ഇതുവരെ ചോദിക്കാതിരുന്നത്. എന്നോട് മുത്തശ്ശൻ ദേഷ്യായിരിക്കുന്നു കരുതി. അത് ദേഷ്യം ഉണ്ടായിരുന്നു.
പക്ഷെ ഇനി എത്ര കാലം വെച്ചിട്ട് ഞാൻ ജീവനോടുണ്ടാകും. അതുകൊണ്ട് എല്ലാം മറക്കാനും പൊറുക്കാനും തീരുമാനിച്ചു. മുത്തശ്ശ, അല്ലെങ്കിലും അവൻ ചെയ്ത തെറ്റിന് ഞാൻ എന്തിനാ നിന്നെ ഓർക്കുന്നത്? എന്റെ കൊച്ചുമക്കളെ ഓർക്കാൻ അതെനിക്കൊരിക്കലും പറ്റില്ല. ദേവ അവനോട് പറഞ്ഞത് എന്റെ കൊച്ചുമകളുടെ എൻഗേജ്മെന്റിൽ ഞാൻ അവിടെ ഉണ്ടാകുന്നു. ഞാൻ ഏട്ടനോടെല്ലാം പറയും. എന്നാ മോള് പോയിട്ട് വാ. മുത്തശ്ശ. വിഷ്ണുട്ട, നിങ്ങൾ എന്താ ഈ വെരുവിനെ പോലെ ഇങ്ങനെ നടക്കുന്നേ? അവിടെ എന്തായി അറിയാത്തൊരു ടെൻഷൻ പോലെ. അവരൊന്നും ഇവിടെ എത്തിയാൽ മതിയായിരുന്നു. അവരാണെന്ന് തോന്നുന്നു. അച്ഛാ, മോളെ നിങ്ങൾ എന്താ ഇത്ര ലേറ്റായി? ലേറ്റ് ആവാനും ഞങ്ങൾ കറക്റ്റ് സമയത്താണല്ലോ വന്നത്. എന്റെ ദേവ, നിങ്ങൾ അവിടെ നിന്ന് പോന്നോന്ന് പറഞ്ഞപ്പോ തുടങ്ങിയതാ അവരെന്റെ എത്താത്തതെന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നു നിൽക്കാൻ. അത് പിന്നെ ഇവനൊരു കാര്യം പറയാനുണ്ട് വന്നിട്ട് പറയാന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ദേവ എന്താടാ കാര്യം? അത് കാര്യം ദുർഗയാരാന്ന് അച്ഛൻ കണ്ടുപിടിച്ചു. എന്നിട്ട് അച്ഛനെ വിളി പുറത്താക്കി അവിടുന്ന്. അവളോട് അച്ഛനോട് ദേഷ്യമില്ല, അവളുടെ എൻഗേജ്മെന്റിന് ഇവിടെ ഉണ്ടാവുമെന്ന് പറയാൻ പറഞ്ഞു. അച്ഛൻ അച്ഛനപ്പോ എന്നോട് ക്ഷമിച്ചോ? ഏട്ടനോട് ക്ഷമിച്ചോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇവളുടെ എൻഗേജ്മെന്റിന് അതെന്തായാലും അച്ഛൻ ഇവിടെ ഉണ്ടാവും. അപ്പോ എന്റെ അച്ഛൻ എന്റെ മോളെ എങ്കിലും സ്വീകരിച്ചല്ലോ. അത് മതി എനിക്ക്. മതി മതി അമ്മ, എനിക്ക് നല്ല വിശപ്പ്. അമ്മ എന്ത് കഴിക്കാനെടുക്ക്. ഇനി ഉള്ളത് കഴിച്ചിട്ട് പറയാം. എല്ലാരും വരെ. എങ്കിൽ നീ കല്യാണിയെ വിളിച്ചു നോക്കിയോ? അവളും രാഘവേട്ടനോട് നാളെ അഡ്മിഷൻ കോളേജിലേക്ക് എപ്പോഴാ വരാൻ? ഞാൻ വിളിച്ചു നോക്കി ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തുന്ന പറഞ്ഞേ. അവരുടെ കാര്യം ദേവ? അത് നമ്മുടെ രാഘവേട്ടന്റെ മോളില്ലേ കല്യാണി, ആൾക്ക് ഇവർ രണ്ടുപേരുടെ കോളേജിലേക്ക് ട്രാൻസ്ഫറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പഠിക്കുന്നില്ല കുറച്ചുകൂടി നല്ലത്. ദേ ഇവള് പിടിച്ചു വലിച്ചു കൂട്ടിക്കൊണ്ടുവരുന്ന. എന്തായാലും നന്നായി. പിന്നെ ദേവ ഇവളവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ? എന്ത് പ്രശ്നം ഉണ്ടാക്കും? ഒരു വലിയ പ്രശ്നം അവിടെ തീർത്തിട്ട് അവിടെ ഇങ്ങോട്ടേക്ക് വന്നേ. അതെന്താ? അത് പിന്നെ ഓഫീസിലൊരു സ്റ്റാഫ് തീരുമാനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവളെ കണ്ടുപിടിച്ച് അച്ഛനോട് പറഞ്ഞു കൊടുത്ത്. ആണോ? നന്നായി. പക്ഷെ ഇവളെ സമ്മതിക്കണം, നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് അവിടുന്ന് ചെയ്തത്. രാവിലെ നേരത്തെ എത്തി സമയത്തിന് ഭക്ഷണം കഴിച്ച്. ഇടയ്ക്കത് ശീലിക്കുന്നത് നല്ലതാ. സംസാരിച്ചത് സമയം പോയതറിഞ്ഞില്ല. എന്നാ ഏട്ടാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇടയ്ക്ക് നിങ്ങളെല്ലാവരും എവിടേക്ക് ഇറങ്ങി? ഞങ്ങളിപ്പോ 1-2 വട്ടം ഇവിടെ വന്നില്ലേ. ഏട്ടനും ഏട്ടത്തെയും ദുർഗയും കൂട്ടി ഒരു ദിവസം അങ്ങോട്ടേക്ക് ഇറങ്ങി. ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങും ദേവം. ഏട്ടത്തി എന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ. ദുർഗ, എന്നാ നാളെ കോളേജിൽ നിന്ന് കാണാം. ബൈ. ബൈ. ദുർഗ, രാഹുൽ, നീ എപ്പോ വന്ന്? നിന്റെ അടുത്ത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒന്ന് വിളിച്ചോടി നോക്കിയില്ലല്ലോ. ഏതോ വിദേശത്തൊരു ഫ്രണ്ടിനെ കിട്ടിയപ്പോ ഞങ്ങളൊക്കെ മറന്നല്ലേ? എടാ അതല്ല, ഞങ്ങള് പോയ സ്ഥലത്ത് നെറ്റ്വർക്ക് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാ. എന്നാ അവിടുത്തെ ഫോട്ടോസ് ഒന്ന് കാണിക്കും നോക്കട്ടെ. അത് ക്യാമറയിലാ, ഞാൻ വീട്ടിലുള്ളത്. ഞാൻ പിന്നെ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ എന്തായാലും വന്നിട്ട് കുറെ നേരമായോ? ഇന്നലെ ഞങ്ങളിപ്പോ എത്തിയിട്ടുള്ളൂ. നീ ഇന്നത്തെ ലേറ്റ്? അത് ഇറങ്ങാൻ നേരം രാഘവേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ വഴി ചോദിച്ച്. അത് പറഞ്ഞിടത്ത് വന്നപ്പോഴത്തെ ഈ ബസ് മിസ്സായി. അത് ഇന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് പുതിയൊരു കുട്ടിയോട് വരുന്നുണ്ട്, എന്റെ ഒരു കൂട്ടുകാരി. എന്നിട്ട് അവരെത്താനായോ? ഇല്ലടി, അവര് ലേറ്റ് ആവുന്ന പറഞ്ഞേ. രാവിലെ ശക്തി ഒന്നില്ലേ? അവൻ നാട്ടിൽ പോയിണ്ടായിരുന്നു. ഏട്ടന്റെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നോളാന്നാ പറഞ്ഞത്. എന്നാൽ നമുക്ക് ക്ലാസ് കയറാം. ഇന്ന് അഖിലേഷ് സാർ വന്നില്ലേ? ചിലപ്പോ ഒരാഴ്ച ലീവല്ലേ, നാട്ടിൽ പോയിട്ടുണ്ടാവും. അപ്പോ ഈ പീരീഡ് വെറുതെ ഇരിക്കും. ഹലോ, എക്സ്ക്യൂസ് മീ. ശക്തി, നീ വന്നോ? യെസ് ഗൈസ്, ഐ ആം ബാക്ക്. അല്ലടാ, നീ നേരിട്ട് ഇവിടേക്ക് എന്നാണോ വീട്ടിൽ പോയില്ലേ? ഇല്ലടാ, ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു, അതുകൊണ്ട് നേരിട്ട് ഇങ്ങോട്ടേക്ക് പോകും. നിങ്ങൾ ഫ്ലൈറ്റിലാണോ വന്നത്? ആടാ, ഇപ്രാവശ്യം വീട്ടിൽ പോകാൻ ലേറ്റ് ആയതുകൊണ്ട് ഏട്ടൻ ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്ത്. എന്നിട്ട് ശിവസാർ വന്നിട്ടു? അടുത്ത പീരീഡ് വരണ്ടോ? ഡി എന്തൊക്കെയുണ്ട്, സുഖല്ലേ? ഡി ദുർഗ, നീ എന്താ ഒന്നും മിണ്ടാതെ? അഡ്മിഷൻ കിട്ടി. കല്യാണി, എന്നാ മക്കളെ ഞാൻ ഇറങ്ങാം. ഇപ്പോഴേ ഇറങ്ങിയാലേ നൈറ്റ് ആകുമ്പോഴത്തേക്ക് വീടെത്താൻ പറ്റും. കല്യാണി, ഇത്
ക്ലാസ് കയറുന്ന മുന്നേ നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്തെങ്കിൽ? എടേ, കഴിഞ്ഞ ഒരാഴ്ച ദുർഗ വൈകുണ്ഠത്തിലായിരുന്നെന്ന് ഇവിടെ ആരോടും പറയണ്ട. അതെന്താ? ചെറിയൊരു പ്രശ്നമുണ്ട്. അത് ഞങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇവള് വേറൊരു ഫ്രണ്ടിന്റെ കൂടെ വേറൊരു സ്ഥലത്ത് പോയിന്നാ പറഞ്ഞത്. അതുകൊണ്ടാ. ശരി. ശക്തി, ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടേക്ക് ട്രാൻസ്ഫർ വരുന്നുണ്ടെന്ന്. ഇതവളാ കല്യാണി. ഹായ് കല്യാണി, എൻ്റെ പേര് രാഹുൽ. ഞാൻ സിംഗിളാണ്. കുട്ടി സിംഗിളാണോ? അല്ല, മാരീഡാ. മാരീഡ്? ഹായ് കല്യാണി, ഞാൻ ശക്തി. ഹായ്, ഞാൻ കല്യാണി. എന്താ നമുക്ക് ക്ലാസ്സിൽ പോവാം. ദുർഗ, തന്നെ കിഷോർ സാർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ നിങ്ങൾ ക്ലാസ്സിലേക്ക് ചെല്ലും, ഞാനിപ്പോ വരാം. സർ, മാറി നിൽക്ക്, എനിക്ക് പോണം. ഒരാഴ്ചക്ക് ശേഷം കാണുമ്പോൾ ഇങ്ങനെയാണോ റിയാക്ട് ചെയ്യുക? സാർക്ക് ഇപ്പൊ എന്താ വേണ്ടേ? നീ കഴിഞ്ഞ ആഴ്ച എവിടെയായിരുന്നു? ഒരാഴ്ചയായിട്ട് കാണാനില്ലായിരുന്നല്ലോ. വീട്ടിലില്ലായിരുന്നു മനസ്സിലായി. എവിടെ പോയതാ? അതറിഞ്ഞിട്ടിപ്പോ സാർക്ക് എന്തിനാ? വെറുതെ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി. എന്ന് എനിക്ക് പറയാൻ മനസ്സില്ല. സാർക്ക് ഇപ്പൊ എന്താ വേണ്ടേ? പിന്നെ സർ പ്ലീസ്, ഞാനിത് പോവാൻ എന്നെ വെറുതെ വിട്ടേക്ക്. സാർക്ക് ഇത് ടൈം പാസ് ആയാലും ഇനിയിപ്പോ എന്തായാലും എനിക്ക് വയ്യ, എന്നെ വെറുതെ വിട്ടേക്ക്. പറ്റില്ല. നിന്നെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ വിചാരിച്ചില്ല. നീ എന്ന് എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുന്നു അന്ന് വരെ ഞാൻ നിന്റെ പിന്നാലെ ഉണ്ടാവും. എന്നാ സാർ അത് സ്വപ്നം കണ്ടാൽ മാത്രം മതി. ഞാൻ ഒരു കാരണവശാലും നിങ്ങളെ വിവാഹം കഴിക്കില്ല. കോൺഫിഡൻസ് ഓക്കെ, പക്ഷെ ഭാവിയിൽ ഇത് മാറ്റി പറയാതെ എന്നാ മതി. എന്നാ വിട്ടോ, ഇപ്പൊ ക്ലാസ് ഇല്ലേ? കിഷോർ സാർ വിളിക്കുന്നൊന്നുമില്ല, ഞാനാ നിന്നെ വിളിപ്പിച്ച. ഇനി പോയിക്കോ. ആ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. വഴിയുണ്ട്. ഈശ്വര, ഇങ്ങേരിന്റെ അടുത്തേക്ക് വരുമ്പോൾ മാത്രം എനിക്ക് എന്തെങ്കിലും എന്റെ ഹാർട്ട് ഇപ്പൊ പൊട്ടും. നീ വന്നോ? എന്തിനായിരുന്നടി സാറ് വിളിപ്പിച്ച്? ഒന്നുമില്ല. കല്യാണി, നിനക്ക് കോളേജൊക്കെ ഇഷ്ടമായോ? ഒത്തിരി ഇഷ്ടമായി. നിനക്ക് സാവകാശം ഇവിടെ എല്ലാം ചുറ്റി കാണിച്ചു തരാം. ഇവിടെ കാണാൻ പറ്റിയ നല്ല സ്ഥലങ്ങളുണ്ട്. എന്നാ നമുക്ക് ക്യാൻറ്റീനിൽ പോയാലോ? നിനക്ക് തീറ്റാന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂങ്കിൽ അല്ല, ഞാനിവിടെ നിന്ന് ഇന്ത്യയിലെ ആഭ്യന്തര കലാപങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല വിശപ്പുണ്ട്. ഓ, പോവാ ശക്തി. ഇല്ലേ ചിലപ്പോ ഇവളെമ്പളെ പിടിച്ചു തിന്നു. എനിക്ക് നല്ല വിശപ്പുണ്ട്. ദുർഗ വന്നി. വിവേക്, ഈവൻ എന്തിട്ടാണോ വേണ്ടത്? എടോ, താൻ കഴിഞ്ഞ ഒരാഴ്ച എവിടെയായിരുന്നു? ഞാൻ അങ്കിളിനെ വിളിച്ചപ്പോ ഏതോ ഫ്രണ്ടിന്റെ കൂടെ പോയതാന്ന് പറഞ്ഞു. പിന്നെ തന്നെ വിളിക്കാന്ന് വിചാരിച്ച താൻ എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കല്ലേ? ഞാൻ എവിടെ പോയ നിനക്കെന്താ? ഇതും കൊള്ളാം. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ജസ്റ്റ് എവിടെയോ പോയിരിക്കുന്നതെങ്കിലും അറിഞ്ഞിരിക്കാനുള്ള അവകാശം എനിക്കില്ലേ? അവളെവിടെയാ പോയതെന്ന് ഞാൻ പറഞ്ഞു തന്നാ മതിയോ? സാർ, അവൾ എന്റെ കൂടെയായിരുന്നു. ഇനി നിനക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനുണ്ടോ? നിങ്ങളെല്ലാവരും എന്താ ഇവിടെ ക്ലാസ് പോകുന്നില്ലേ? ഇല്ലാട്ടാ, ഞങ്ങള് ക്യാൻറ്റീനിൽ പോവാൻ. എന്നാ ക്യാൻറ്റീനിൽ പോ. ഷിറ്റ്, അയാളെ ഞാൻ. ഇനി നിനക്കെന്താ പറ്റി? ആ ശിവസാറല്ലേ, അയാളെ ഞാനൊരു ദിവസം എന്തെങ്കിലും ചെയ്യും. അയാളെന്തിനാ എന്നെ തോക്കേൻ്റെ ഇടയിൽ ഇങ്ങനെ വരുന്നത്? അയാൾക്ക് അവളെ ഇഷ്ടമായതുകൊണ്ട്. എന്ത്? ആടാ, ഞാൻ നേരത്തെ കേട്ടതാ അയാൾ അവളും കൂടി സംസാരിക്കുന്നു. പക്ഷെ അയാളോട് അവൾക്കൊരു ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നോട് എങ്ങനെ പെരുമാറുന്ന വെച്ച് അങ്ങനെ തന്നെ അയാളോടും അവൾ പെരുമാറിയത്. അതൊരു പണിയാവോ? നോക്കാം. നീ എന്തിനാ പേടിക്കുന്നത്? നിന്റെ കൂടെ ഞാനില്ലേ, എന്തിനു? ദുർഗ, നിന്റെ വിവാഹം ഉറപ്പിച്ചോ? അടുത്ത മാസം ഇവളുടെ എൻഗേജ്മെന്റ്. എന്നെങ്ങനെ ഇവളെ രക്ഷപ്പെടുത്താന്നുള്ള റിസർച്ചിലാണ് ഞങ്ങൾ. അതെത്താ? എന്നാ ദുർഗ, നിനക്ക് നിന്റെ വീട്ടിൽ പറഞ്ഞൂടെ? എടോ, എന്റെ അച്ഛൻ്റെ അവസ്ഥ അങ്ങനെയായിട്ട് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും വീട്ടിൽ പറഞ്ഞേനെ. അല്ലടി, അപ്പൊ അവിടേക്കൊരു ചുള്ളൻ സാറ് വന്നില്ലേ? അതാരാ? നല്ല അടിപൊളി ലുക്ക് ഉണ്ട്. അതാരാണെന്ന് ഇവനോട് ചോദിച്ചാൽ ഇവൻ നല്ല വൃത്തിക്ക് പറഞ്ഞുതരും. ഇവനേക്ക് നന്നായിട്ട് ആ സാറെ കുറിച്ച് വേറെ ആർക്കും പറയാൻ പറ്റില്ല. അതെന്താ? He's my brother.
സോറി. ഇറ്റ്സ് ഓക്കേടോ. കല്യാണി, ഐ ആം ഹേർട്ട്. നീ എന്നെ തെച്ച് അങ്ങനെ വായി നോക്കിയല്ലേ? ഓടാ, ഞാൻ കണ്ടപ്പോ വെറുതെ ചോദിച്ചെന്നു. ഓ അങ്ങനെയാണെങ്കിൽ ഓക്കെ. അപ്പോ എനിക്കൊരു ചാൻസ് ഉണ്ടല്ലേ? അച്ഛാ, അങ്ങനെ ഇവിടെ ഇല്ലേ? ഇവിടെ ഞാൻ വിളിക്കും. അച്ഛൻ അത് കയറി. അച്ഛാ ഇരിക്കച്ച. ലക്ഷ്മി നീ പോയി ഇത് കുടിക്കാൻ എടുക്കും. ഒന്നും വേണ്ട, ഞാനൊരു കാര്യം അതിനെക്കുറിച്ച് സംസാരിക്കാനാവുന്നത്. എന്താ അച്ഛാ? നീ നിന്റെ ബിസിനസ്സിൽ ലോസ് ഉണ്ടായിട്ടാണോ എന്റെ കൊച്ചുമകളുടെ വിവാഹം ഉറപ്പിച്ചത്? അതച്ഛാ, ഞാൻ അവളുടെ ജീവിതം വെച്ചല്ല ബിസിനസ് നടത്തേണ്ടത്. അവളുടെ വിവാഹം ഉറപ്പിച്ചെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കോൺട്രാക്ടിന്റെ പേരിൽ അവളുടെ വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അവര് തരാമെന്ന് പറഞ്ഞ 150 കോടി അത് ഞാൻ തരാം. ആ കോൺട്രാക്ട് ഇപ്പോ ക്യാൻസൽ ചെയ്യണം. അത് എന്താ നിന്നെ കൊണ്ട് സാധിക്കില്ല? ഇല്ലെങ്കിൽ പറ, ഞാൻ വിളിച്ച് സംസാരിക്കാം അവരോട്. വേണ്ട അച്ഛാ, ഞാൻ സംസാരിച്ചോ. എന്നാ എല്ലാം ശരിയാക്കിയിട്ട് വിളിക്ക്. ഞാൻ എൻഗേജ്മെന്റ് തലേന്ന് വരാം. പോകണം എന്റെ കുടിച്ചിട്ട്. ഞാൻ നിന്റെ ഭാര്യയുടെ സൽക്കാരം സ്വീകരിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ കുറച്ചു നേരം വന്നിട്ട് ഇറങ്ങാനിരിക്കുന്നു. വേണ്ട, ഞാൻ നിന്റെ എൻഗേജ്മെന്റിന് അന്ന് വരും. ശരി, ഓക്കെ സാർ. മുത്തശ്ശൻ എന്താ പറഞ്ഞേ? നിങ്ങളെ രണ്ടുപേരും തറവാട്ടിലെ തിരിച്ചു വിളിക്കാൻ വേണ്ടി വന്നാണോ? അല്ല നമ്മളെ, നിന്റെ മാരേജിനെ കുറിച്ചുള്ള സത്യാവസ്ഥ അറിഞ്ഞിട്ട് വന്നത് അച്ഛൻ. എന്നിട്ട് എന്താ മുത്തശ്ശൻ പറഞ്ഞേ? ആ കോൺട്രാക്റ്റുള്ള 150 കോടി അച്ഛൻ തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ എൻഗേജ്മെന്റ് നിർത്താൻ വന്നാണോ? നിർത്താൻ വേണ്ടിയല്ല, ഒരു കോൺട്രാക്ടിന്റെ പേരിൽ നിന്റെ എൻഗേജ്മെന്റ് നടത്തരുതെന്ന് പറയാൻ വേണ്ടി വന്നത്. എന്നാ നമുക്ക് ഈ മാരേജ് വേണ്ടാന്ന് വെച്ചല്ലേ വിഷ്ണുട്ടാ? നീ എന്തായി പറയുന്ന ലക്ഷ്മി? നമ്മൾ അവർക്ക് വാക്കുകൊടുത്തല്ലേ? ഇനി കഷ്ടിച്ച് ഒരാഴ്ചയും കൂടി ഉള്ള എൻഗേജ്മെന്റിന്. ഇപ്പം നമ്മൾ വിളിച്ചിട്ട് എൻഗേജ്മെന്റ് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാല് അവരെല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടാവില്ലേ? അതുപോലെ നമ്മളും എല്ലാവരെയും ക്ഷണിച്ചതല്ലേ? പിന്നെ ആ കോൺട്രാക്ട് അല്ലേ വേണ്ടാന്ന് വെക്കുന്നുള്ളൂ. നമ്മുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൽ ഒരാളല്ലേ അയാൾ. ഇപ്പൊ വിളിച്ച് എൻഗേജ്മെന്റ് നിർത്താന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബിസിനസിനെ മൊത്തത്തിൽ ബാധിക്കും. നീ എന്നാ ടെൻഷൻ അടിക്കുന്നത്? ഒരു എൻഗേജ്മെന്റ് അല്ലേ? നമുക്ക് ഇനി സമയമുണ്ടല്ലോ. അവളെ അന്ന് തന്നെ കിട്ടിക്കൊണ്ടു പോകുന്നില്ലല്ലോ. എന്താ മോളെ നിന്റെ അഭിപ്രായം? അച്ഛന്റെ അമ്മന്റെ ഇഷ്ടം എന്താണോ അതാണ് ഇക്കാര്യത്തിൽ എന്റെ ഇഷ്ടം. കണ്ടോ, എന്റെ മോളാണ് മോള്. അവൾക്ക് എന്റെ മനസ്സറിയും. 150 കോടി കിട്ടിയ എല്ലാ പ്രശ്നം തീരുന്ന കരുതിയപ്പോ ഇതിനൊക്കെ വലിയ പ്രശ്നമായി മാറാണ്. അച്ഛനോടെല്ലാം തുറന്നു പറഞ്ഞാലോ? അതാണ് എങ്ങനെയെങ്കിലും നീ എൻഗേജ്മെന്റ് ഒന്ന് മുടക്കി തരണം. ശക്തി, നീ ബിസിയാണോ? ഇല്ലേട്ടാ, പറഞ്ഞോളൂ. എന്ത് പറ്റി? എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണിത്? പറഞ്ഞോളേട്ടാ. എനിക്കിത് എങ്ങനെ നിന്നോട് പറയണമെന്നൊന്നും അറിയില്ല. പക്ഷെ നിന്നോട് പറയാതിരിക്കാനും പറ്റുന്നില്ല. എന്താണേലും പേടിക്കണ്ട, പറഞ്ഞോളേട്ടാ. അല്ല, എന്താണേലും പറഞ്ഞോളെ. എൻ്റെ ഫ്രണ്ട് ദുർഗയില്ലേ? അവളെ എനിക്കിഷ്ടം. എന്ത്? ഏട്ടൻ എന്തീ പറയുന്നേ? നിനക്കെന്താ മലയാളം മനസ്സിലാകുന്നില്ലേ? ഏട്ടന് ദുർഗയെ ഇഷ്ടമാണെന്നോ? പക്ഷെ ഏട്ടാ, നാളെ അവരുടെ എൻഗേജ്മെന്റ് അല്ലേ? ഏട്ടൻ ഇപ്പൊ ഇത് പറഞ്ഞ ഇപ്പോ എന്താ ചെയ്യാ? അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി തന്നെ നിന്നോട് ഈ സത്യം പറഞ്ഞു. ആ എൻഗേജ്മെന്റ് കൊടുക്കാൻ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയണം. ഏട്ടാ, ഞാനൊന്ന് ആലോചിക്കട്ടെ. എടാ, രാവിലെ നമുക്കൊന്ന് ബാറിൽ പോവാം. ബാറില്ല? ആ വരാം. എന്നിതെന്ത് പറ്റി? സാധാരണ ഏട്ടൻ പേടിച്ച് കുടിക്കാത്താണല്ലോ. മര്യാദയ്ക്ക് വീട്ടിലിരുന്ന് ഹൊറർ ഫിലിം കണ്ടുകൊണ്ടിരുന്ന എന്നെ ഒരു പെണ്ണിന്റെ വീടിന്റെ മതില് ചാടിക്കുന്നു. നിനക്കവള് ഫോണിൽ വിളിച്ചാ പോരും. അവളെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയിരുന്നെങ്കിൽ നിന്നെ ഈ രാത്രി ഇങ്ങോട്ട് വരാൻ പറയുന്നേ. ഉണ്ടല്ലേ? ഇല്ല പറ. അവളുടെ വീട്ടുകാരെ ടെന്നീസ് ഉണ്ടല്ലോ. എടാ, സത്യം പറഞ്ഞോളാം, നിനക്ക് ഇപ്പൊ എന്താ അങ്കിയെ കണ്ടിട്ട്? അതൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞു തരും. തൽക്കാലം നീ ഒന്നും മിണ്ടാണ്ട് എന്റെ കൂടെ വരൂ. ഈ റൂമാണെന്ന് തോന്നുന്നു. അങ്കി, അങ്കി. ശക്തി,
നീ ഇതെവിടെ? എടി നീ ഒന്ന് വന്ന മാത്രമാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടി ഞാൻ മാത്രമല്ല രാഹുലുണ്ട് തായ്, നീ ഒന്ന് വന്ന മാത്രമോ. നേരത്തെ ഇവിടേക്ക് വന്ന് എടി നിന്നോടൊരു കാര്യം പറയാണ്ടായിരുന്നു. ഈ നട്ടപ്പാഴാതിരിക്കും. അത് പിന്നെ ഒരു കാര്യം പറയാൻ രാത്രി പകലും നോക്കുന്നു. എന്താ പറ. എടി എന്റെ ഏട്ടന് തുർക്കിയെ ഇഷ്ടാണ്. നീ എന്താ പറഞ്ഞേ? നിന്നോടൊക്കെ പിന്നെ പറയാം. ശക്തി, നീ എന്തൊക്കെയാ പറയുന്നേ? അതോടെ ഇന്ന് ഏട്ടൻ വന്ന് വിഷമത്തോടെ എന്നോട് അവളെ ഇഷ്ടാന്ന് പറഞ്ഞപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടിയില്ല. അവളോട് പറയണോ നിന്നോട് പറയണോ ഞാൻ ഒരുപാട് ആലോചിച്ചു. പിന്നെ നാളെ എൻഗേജ്മെന്റ് ആകുമ്പോ അവളോട് ഞാൻ ഇന്ന് പോയി പറഞ്ഞ് അവളെ റിയാക്ഷൻ എന്തായിരിക്കും അറിയാത്തോണ്ട നിന്നോട് ഇത് പറയുന്നത്. ശക്തി, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ അവളുടെ എൻഗേജ്മെന്റ് ആണെന്ന് നിനക്കറിയില്ല. എന്ന് കരുതി എന്റെ ഏട്ടൻ ആദ്യമായിട്ട് ഒരു പെണ്ണിനെ ഇഷ്ടാന്ന് പറയുന്നത്. അതിന് അവൾക്ക് ശിവസാറും ഇഷ്ടം തോന്നണ്ടേ? നീ ഒന്നും അവളോട് പറ. അവൾക്ക് എന്തായാലും വിവേകിനിക്കില്ലെങ്കിൽ ഇഷ്ടമല്ലല്ലോ. എന്റെ ഏട്ടനാകുമ്പോ അവൾ പൊന്നുപോലെ നോക്കിക്കോളും. പിന്നെ നിന്റെ ഏട്ടന്റെ മനസ്സിൽ ഇപ്പൊ അവൾക്കിപ്പോ നന്നായിട്ട് അറിയാം. നീ എന്താ പറഞ്ഞ? നടക്കില്ല ശക്തി, ഞാൻ അവളോട് പറയാൻ പോകുന്നില്ല. നീ ഇപ്പൊ വെറുതെ ഇവിടുന്ന് സമയം കളയാണ്ട് വീട്ടിൽ പോയി. അവര് കണ്ട പ്രശ്നമായി, ഒന്ന് പോന്നി. പ്ലീസ് എങ്കിൽ നീ അവളോട് പറ എന്റെ ഏട്ടന്റെ മനസ്സൊന്ന് മനസ്സിലാക്കാനെങ്കിൽ. ആ, ഞാൻ പറയുന്നുണ്ട്. ഇപ്പൊ നീ ഒന്ന് പോയി. അച്ഛൻ എന്നെ എഴുന്നേറ്റാണ്ടല്ലോ. എന്നാ ശരി, നാളെ രാവിലെ കാണാം. ഇതിനായിരുന്നു നീ എന്നെ പിടിച്ച് ബാറിലേക്ക് പോയി. പിന്നല്ലാണ്ട് ഇത്രയും വലിയ കാര്യങ്ങൾ എനിക്ക് എന്റെ ഉള്ളിൽ നോക്കൂല. അത് അങ്കിയോട് പറയാൻ ധൈര്യം തോന്നിയില്ല. അത് രണ്ടെണ്ണം അടിച്ചു പോയ അത് പറയാൻ പറ്റില്ല, അതുകൊണ്ട് അടിച്ച. ദുർഗ, നീ റെഡിയായോ? ആ കല്യാണി, നീ അങ്കിയെ കണ്ടിയോ? അവളിപ്പോ വരുന്നുണ്ടാവും. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ കല്യാണി, ഞാൻ ഹാളിന്റെ മുന്നിലെത്തി. ഇപ്പൊ വരാം. അത് വിവേകം വരണല്ലേ? അവരെന്താ സംസാരിക്കുന്നേ? ഇതിലേക്ക് എന്താ നിന്റെ പ്ലാൻ? എന്റെ പ്ലാന് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ എൻഗേജ്മെന്റ്. ഒരു അരമണിക്കൂറിൽ എന്റെ പെണ്ണുകൂടി എത്തും. ഞാൻ അവളുടെ കൂടെ പോവുകയും ചെയ്യും. അവളും അവളുടെ വീട്ടുകാരും എൻഗേജ്മെന്റും ചെക്കനില്ലാതെ ഇത്രയും പേടുമെന്റ് നടക്കണം. അത്രയും അന്ന് അത്രയും പേടുമെന്റ് വെച്ച് എന്റെ മുഖത്തടിച്ചവളെ അവളുടെ കുടുംബത്തെ അടക്കം ഇന്ന് ഇത്രയും പേടുമെന്റി ഞാൻ നാട്ടിക്കും. നീ പപ്പയോട് വരണ്ട എന്ന് പറഞ്ഞിക്കോ? അവര് വരില്ലെന്നാണ്. ഈശ്വര, അപ്പൊ ഇത് ഇവരുടെ പ്ലാനായിരുന്നു. ഇതറിയാതെയാണല്ലോ വിഷ്ണുച്ചനും ദുർഗയൊക്കെ ഈ എൻഗേജ്മെന്റിന് തയ്യാറാവുന്നത്. കാര്യം മുത്തശ്ശനോടെല്ലാം പറയും. മുത്തശ്ശനൊന്നും എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും. മുത്തശ്ശൻ, അവളെ എന്ത് പറ്റി? നീ എന്താ വല്ലാതിരിക്കുന്നു? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുത്തശ്ശൻ, അത് പിന്നെ വിഷ്ണു, അച്ഛാ, വിഷ്ണു, ഈ എൻഗേജ്മെന്റ് നടക്കില്ല. അച്ഛാ, അതെന്താ? എനിക്ക് വല്ലാത്ത വേദന എടുക്കുന്നു. അച്ഛാ, അച്ഛാ, ദേവാ, വട്ടിയെടുക്കും. അച്ഛനെന്തോ നെഞ്ചുവേദന വരുന്നു. അച്ഛാ, വിഷ്ണു കുഞ്ഞ്, സാർക്കിപ്പോ എങ്ങനെയുണ്ട്? ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പേടിയൊന്നും രാഘവേട്ടാ. പേടിക്കണ്ട, ഒന്നുണ്ടാവില്ല. രാഘവേട്ട ഓഡിറ്റോറിയത്തിൽ വന്നവരോടൊക്കെ അവരോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ചെറുക്കൻ്റെ വീട്ടിലെ ആരെങ്കിലും വിവരം അറിയിച്ചാൽ മതി. ദേവ, നീ ഒന്ന് അവരെ വിളിച്ചെന്ന് പറ. അച്ഛാ, അത് വേണ്ട. നീ എന്തീ പറയുന്നത്? അവരൊക്കെ ഇപ്പൊ ഹാളിലെത്തി കാണും. അവര് വേണ്ടില്ല അച്ഛാ. നാരായണൻ സാറേ, കൂടെയുള്ളവരാരൊക്കെയാ? ഡോക്ടർ, ഞങ്ങളെ അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? നിങ്ങൾ അകത്തേക്ക് വരും. അച്ഛാ, ഇപ്പോ എങ്ങനെയുണ്ട്? എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോ നേരത്തെ നെഞ്ചുവേദന എന്താ? എന്റെ മകനായിരിക്കുമ്പോൾ നീ മറ്റൊരാളുടെ മുന്നിൽ നാളെ കാണുന്നത് അതെനിക്കിഷ്ടമില്ല. പിന്നെ ഈ നെഞ്ചുവേദന ദുർഗയുടെ കല്യാണം മുടങ്ങിയതിന് എന്തെങ്കിലും ഒരു കാരണം പറയാൻ വേണ്ടേ? അതുകൊണ്ട് മാത്രം. അങ്കിത നിങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അച്ഛ, ഞങ്ങളോട് പറഞ്ഞു. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ചെയ്യാതിരിക്കാം. ദുർഗയുടെ ജീവിതം അത് നിനക്ക് കളിക്കാനുള്ളതല്ല.
ഞാൻ ഇനി ശ്രദ്ധിച്ചോളച്ച. എന്നാ നിനക്ക് നിന്ന്. വിഷ്ണുട്ടാ, നിങ്ങളെല്ലാവരും എന്താ ഇവിടെ? അവിടെ ദുർഗമോൾ ഒറ്റയ്ക്കല്ലേ? അവളുടെ കൂടെ ആരാ ഉള്ളത്? വിഷ്ണുട്ടാ, നമ്മൾ മോള് അവളെ കാണാനില്ല. കാണാനില്ലെന്നോ? നീ എന്തൊക്കെ പറയുന്നത്? അവള് ഡ്രസ്സിംഗ് റൂമിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ പോയി നോക്കിയപ്പോ അവളെ അവിടെ കാണാനില്ല. ഈശ്വരം, എൻ്റെ മോൾ